അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹം അവനുള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. പടച്ചോ ഇങ്ങനെ അവനക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കൊടുക്കും. അവനിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അവനിങ്ങനെ കാണാൻ തുടങ്ങും. അങ്ങനത്തെ അവസ്ഥയിലേക്കും വരും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ശരിക്കും ഒരു ശരിയായ ഈ വഴിയിലേക്ക് അധ്യാപനം ചെയ്യുന്ന, ഈ വഴിയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുറബിയ ഷീഖുമായി ബൈഅത്ത് ചെയ്ത് മുന്നേറാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആണ്. അത് അവർ ആ വഴിയിലുള്ളവരാണ്ട് തൊട്ട് അതിന്റെ സ്പന്ദനങ്ങൾ കാണിച്ചു തരും. മനസ്സിലാവും എവിടൊക്കെയാണ് സർക്കിൾ, എവിടൊക്കെയാണ് മഹബത്തിന്റെ സർക്കിള്. മനസ്സിലാവുണ്ട? മഹബത്തിന്റെ സർക്കിൾ, ദ സർക്കിൾ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സർക്കിളുകൾ എവിടെയാണ് അവർ തൊട്ട് കാണിച്ചു തരും. അതിന്റെ ചക്രങ്ങൾ എവിടെയാണ് തൊട്ട് കാണിച്ചു തരും. അല്ലെ, സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണുകൊണ്ടാണ് അയാളെല്ലാം പിടിച്ചെന്നുള്ള വിശ്വാസം എനിക്കില്ല. സർ ഐസക് ന്യൂട്ടർക്ക് ആപ്പിള് വീഴാനുള്ള മണ്ട ഉണ്ടാക്കി കൊടുത്തതും, ആ വലിയ തലച്ചോറ് കൊടുത്തതും, ആ തല കൊടുത്തതും, ആ ആപ്പിളിനെ അവിടെ കൊണ്ടുവന്നതും അത് വീഴ്ത്തിയവനും അല്ലയാണ് എന്നുള്ളിടത്താണ് എൻ്റെ അറിവ്. മാത്രമല്ല, ആ മണ്ടക്ക് വീണത് വേറൊരാളെ തലേക്കാണ് ആപ്പിൾ വീണെങ്കിൽ തല മോച്ചും കണ്ട് അയാൾ മണ്ടിയിട്ടുണ്ടോ? അത് അള്ളാഹു തആല ഐസക് ന്യൂട്ടനിലൂടെ അവൻ പ്രപഞ്ചത്തിനുള്ള ഒരു പ്രകാശം നൽകണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ആ ആപ്പിള് വീഴ്ത്തിക്കൊണ്ട് അതിൽ കൂടെ വന്നു. അതിപ്പോ ജനങ്ങൾക്ക് രസാക്കാൻ വേണ്ടി അള്ളാഹു ആപ്പിള് വീഴ്ത്തിയത് മാത്രം. അള്ളാഹ് പല രസകരമായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾക്കതിൽ രസം കണ്ടെത്താൻ പറ്റില്ല. കാരണം അള്ളാഹ് പേടിച്ചെടുക്കല്ലോ. അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റുണ്ടാവും, മറ്റെന്താണ് നരകത്തിലൂടും, മറ്റോട് ഇങ്ങനെ ആകുമ്പോൾ അത് അറിയില്ല. അതൊക്കെ ധിക്കാരികൾക്കും അള്ളാഹു താലാർക്ക് എതിര് പ്രവർത്തിച്ച് ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്നതാണ്. നന്ദി കേട്ട ആളുകൾക്ക് അവർക്ക് പോലും മരണം വരെ അള്ളാഹു താല കഴിഞ്ഞ പരമാവധി ഉണ്ടാവണം. ഇതിൽ ആദ്യം പറഞ്ഞ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, പ്രധാനമായും ശരീരവുമായിട്ടാണ് അത് ബന്ധം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈമാന്, ഇൽമുൽ ഈമാൻ, ഈമാനിന്റെ ഇൽമ്, ഈമാനിന്റെ അഹ്വാലുൽ ഈമാൻ, ഈമാന്റെ അഹ്വാലുകൾ, അതായത് ഈമാനോട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ത്വരീഖത്ത് എന്ന് ഇസ്തിലാഹിൽ പറയുന്നത്. അത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന മഹാന്മാരതിന് ഇസ്തിലാഹിൽ ത്വരീഖത്ത് എന്ന് പറയുന്നു. മനസ്സിലാവണ്ട? അത് അപ്പം അത് ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇഹ്സാൻ എന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ നബിയ്യിനാ വ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല അതിൽ മുത്തുനബിയുടെ ഉമ്മത്തിയായതിൽ നമുക്ക് അഭിമാനം നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിലായാലും നാളെ പരലോകത്തെ ജീവിതത്തിലായാലും ആഖിറത്തിലെ ജീവിതത്തിലായാലും അതിനുള്ള വിജയത്തിനുള്ള മാനദണ്ഡമായിട്ട് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത് തഖ്വയാണ്. അള്ളാഹുവിന് തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അവൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് എല്ലാ വിജയവും ഉള്ളത്. കാരണം നമ്മെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമുക്ക് വിജയത്തിനുള്ള മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത്. അവൻ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്കുള്ള എല്ലാ കാര്യത്തിനുമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അത് തഖ്വയാണ്. ഏതൊരു മനുഷ്യനായാലും, അത് എത്ര വലിയ പണക്കാരനായാലും ശരി, ഏതൊരുവനും അവൻ്റേതായ പ്രയാസങ്ങളും അവൻ്റേതായ പ്രശ്നങ്ങളും അവൻ്റേതായ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാവും. ഏതായാലും എല്ലാറ്റിനും പുറപ്പെടാനുള്ള മാർഗം അള്ളാഹു പറഞ്ഞു തന്നത് തഖ്വയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മൻ യത്തഖില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അവന് ആ വിഷമങ്ങളിൽ നിന്നും പുറപ്പെടാനുള്ള ഒരു മഖ്റജ്, അവന് പ്രയാസങ്ങളിൽ നിന്നും പുറപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു തആല
അവന് നൽകുമെന്നവർ. മയ്യത്തഖില്ല, ആരെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ, ഭയഭക്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലഹു, അവന് അള്ളാഹു തആല ആക്കി കൊടുക്കും, മഖ്റജൻ, വിഷമങ്ങളിൽ നിന്നും പുറപ്പെടാനുള്ള, പ്രതിസന്ധികൾക്ക് നിന്നും രക്ഷപ്പെടാനുള്ള, അതിന് പരിഹാരം ഉണ്ടാക്കാൻ, പ്രയാസങ്ങൾക്ക് അത് ലഘൂകരിക്കപ്പെടാൻ, എല്ലാറ്റിനും ഒരു മഖ്റജ്, ഒരു പുറപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം, ഒരു മഖ്റജ് അള്ളാഹു ആക്കി കൊടുക്കും. കഴിഞ്ഞില്ല, ഖുർആൻ പറയാണ് വയർസുഖുഹു, അവന് അള്ളാഹു തആല ഭക്ഷണം നൽകും. യർസുഖുഹു എന്ന് പറഞ്ഞാൽ വെറും റിസ്ഖല്ല, അവന് വേണ്ടത് എന്താണോ അതെല്ലാം അവന് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും ഭാവിക്കാത്ത ഭാഗത്ത് കൂടെ അള്ളാഹു നൽകും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള, നമ്മുടെ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതായത് കടങ്ങൾ വീടുവാനുള്ള, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറാനുള്ള, എല്ലാറ്റിനുമുള്ള ഒരു മാർഗമായിട്ട് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞത് എന്താണ്? തഖ്വ ചെയ്ത് ജീവിക്കുക. തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവന് മഖ്റജ് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അള്ളാഹു തആല അവൻ പോലും ഭാവിക്കാത്ത ഭാഗത്ത് കൂടെ അവന് വേണ്ടത് എന്താ അതെല്ലാം അള്ളാഹു നൽകുമെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളെല്ലാവരും തഖ്വ ചെയ്യുന്നവരാണ്, എല്ലാവരും തഖ്വ ചെയ്യുന്നവരാണ്. പക്ഷെ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു തആലാന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക, അവനെ ഹറാമാക്കിയ കാര്യങ്ങൾ വിട്ടു നിൽക്കുക, അതോടുകൂടി തഖ്വ പൂർത്തിയായി എന്നുള്ള ഒരു ധാരണ നമ്മളിലുണ്ട്. എന്നാൽ മഹാന്മാരായ ആരിഫീങ്ങൾ, മശായിഖന്മാര്, ഔലിയാക്കള്, അവര് ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവന് തഖ്വ ചെയ്യുന്നവരല്ലാതെ ഇല്ല. ഔലിയാക്കളെ മുഖമുദ്ര തഖ്വയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും തഖ്വ ചെയ്തതും നമ്മൾ തഖ്വ ചെയ്തതും വ്യത്യാസമുണ്ട്. അവര് തഖ്വ ചെയ്തു, അവർക്ക് അതിനുള്ള മഖ്റജ് ഉണ്ടായും ചെയ്തു. നമ്മൾ തഖ്വ ചെയ്യുന്നു, പക്ഷെ നമ്മൾ ഒരു തഖ്വയുടെ ഒരു തലപ്പേ കടിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം വെറും ഈ എന്താ പറയുക, ഇസ്ലാമിന്റെ കുറെ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രം പൂർത്തിയാക്കി പോകുന്നതിന്റെ പേരല്ല ദീന് എന്ന് പറയുന്നത്. ദീന് എന്ന് പൂർണ്ണമാവണമെങ്കിൽ ഇസ്ലാം വേണം, ഈമാന് വേണം, ഇഹ്സാന് വേണം. 3 തലത്തിലും തഖ്വയുണ്ട്. ഈ 3 തലത്തിലുള്ള തഖ്വയും ഉൾക്കൊണ്ടു പോകുമ്പോൾ മാത്രമേ അവന് ദീന് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ദീന് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ മുസ്ലിം ഷരീഫില് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസ് ഉണ്ട്. ഹദീസ് ജിബ്രീൽ എന്നൊക്കെ മഹാന്മാർ പറയും, മുഹദ്ദിസീങ്ങൾ പറയാറുണ്ട്. എന്താണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഹാബിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുമായി സംവദിക്കുന്ന ഹദീസാണത്. ജിബ്രീൽ അലൈഹി സ്വലാം, അതായത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ഇരിക്കുമ്പോൾ ഒരു അപരിചിതനായ ഒരു വ്യക്തി, ആ വ്യക്തി യാത്രയുടെ ക്ഷീണമൊന്നും കാണാനില്ല, എന്താണ് ഷദീദുൽ ബയാൽ, അതായത് നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി, അതിൽ ചളിയൊന്നും ഇല്ല എന്നർത്ഥം. പിന്നെയോ നല്ല കറുപ്പ് മുടിയുള്ള വ്യക്തി, അതായത് ജട പിടിക്കാത്ത, നല്ല കറുപ്പ് മുടിയുള്ള ജട പിടിക്കാത്ത മുടി. യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദൂരത്തു നിന്നൊക്കെ ഒരു അപരിചിതൻ വരും, ഇവർക്ക് പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോൾ കുറെ യാത്ര ചെയ്ത് കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് വരുന്നവരാവും. അപ്പം മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, അതൊന്നുമില്ല, യാത്രയുടെ ക്ഷീണമൊന്നും കാണാനില്ല. അങ്ങനത്തെ ഒരു വ്യക്തി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മുട്ടോട് മുട്ട് ചേർന്ന് ഇരുന്ന് കൊണ്ട് കൈകൾ കാൽമുട്ടിന്റെ മേലെയായി തുടയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു രീതിയാണ്. 2 തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൽ ഇസ്ലാമു യാ റസൂൽ അല്ലാഹ്, ഒരു റിപ്പോർട്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം അള്ളാഹുവിന്റെ റസൂൽ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങി ആ ഇസ്ലാംകാര് 5 കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ആഗതം പറഞ്ഞു, സ്വദഖ്ത യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നവരെ നിങ്ങൾ സത്യം പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹം സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് അറിഞ്ഞും കൊണ്ട് ചോദിക്കുന്നത് പോലെ. പിന്നീട് മൽ ഈമാനു യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ? അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ മറുപടി അൻ തുഅ്മിന ബില്ലാഹി എന്ന് തുടങ്ങി 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഈ ആഗതം പറഞ്ഞു, സ്വദഖ്ത യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുഹമ്മദ് നബിയെ നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു.
അപ്പൊ ഇവര് അറിഞ്ഞുങ്ങാണ്ട് വന്നുങ്ങാണ്ട് പിന്നെ എന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം അവരുടെ ഉള്ളിൽ വരികയാണ്. സംശയം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്കാൽ അവരുടെ ഉള്ളിൽ വരികയാണ്. പിന്നെ ചോദിക്കുന്നു മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണും പ്രകാരം ഇബാദത്ത് ചെയ്യണം. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഇബാദത്ത് എന്ന അവസ്ഥയിൽ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ആഗതനൊന്നും അതിനെ സംബന്ധിച്ചിട്ട് ഒന്നും മുൻതില്ല. പിന്നെ ആഗതൻ നേരെ അത് മാറ്റുകയാണ്. പിന്നെ ചോദിക്കുന്നത് നല്ല വിഷയം മാറ്റുകയാണ്. പിന്നെ ചോദിക്കുന്നത് എന്താണ്? ഖിയാമത്ത് നാളെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു തരണം. ഖിയാമത്ത്, അതായത് ഖിയാമത്ത് നാളെ എന്നാണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു തരാനാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചോദിച്ചവരും ചോദിക്കപ്പെട്ടവരും ആ വിഷയത്തിൽ ഒരുപോലെയാണ് എന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് അലാമത്തുകൾ, അടയാളങ്ങൾ എന്താണ് ഖിയാമത്തിന്? അത് അള്ളാഹിന്റെ റസൂൽ ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയുന്ന ഹദീസാണ്. അതിനുശേഷം അവരെന്ത് ചെയ്തു? അവിടുന്ന് വിട്ടുപോയി. അപ്പൊ അള്ളാഹിന്റെ റസൂല് ഈ സഹാബാക്കളോട് അള്ളാഹിന്റെ റസൂല് പറയാണ്, ആരാണ് ഈ വന്നത്, ആരാണ് ഇദ്ദേഹം എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹു വ റസൂലുഹു ആലം, അള്ളാഹുനും അവന്റെ റസൂലിനെ അത് നന്നായി അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ ജിബ്രീലു ആതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും. ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദീനിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് പറഞ്ഞത്: ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇത് വളരെ വലിയ ഇഹ്സാൻ എന്ന് പറഞ്ഞത് അൻ തഅബുദുല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണും പ്രകാരം ഇബാദത്ത് ചെയ്യണം. ഇതിനാണ് മഹാന്മാര് മുഷാഹദ എന്നുള്ള ഇതിൽ പറയുന്നത്. അല്ലെങ്കിൽ നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ വിധത്തിൽ ഇബാദത്ത് 2 വിധത്തിൽ നിർബന്ധമായി ചെയ്യണം. ഒന്നല്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്, അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹിനെ നാം കാണുന്ന പ്രകാരം ഇബാദത്ത് ചെയ്യണം. ഇത് മസ്റ്റാണ്. ഇതാണ് ഇഹ്സാൻ. അപ്പൊ ഇങ്ങോട്ട് കാണുന്നുള്ള ബോധത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് മുറാഖബ എന്ന് പറയുന്നൊക്കെ മഹാന്മാർ എന്ന ഇസ്തിലാഹിൽ പറയാറുണ്ട്. ഏതായാലും ശരി, 3 കാര്യങ്ങൾ ഉറപ്പ്, ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഇതിൽ ആദ്യം പറഞ്ഞ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, പ്രധാനമായും ശരീരവുമായിട്ടാണ് അത് ബന്ധം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈമാന്, ഇൽമുൽ ഈമാൻ, ഈമാനിന്റെ ഇൽമ്, ഈമാനിന്റെ എന്താണ് അഹ്വാലുൽ ഈമാൻ, ഈമാന്റെ അഹ്വാലുകൾ, അതായത് ഈമാനോട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ത്വരീഖത്ത് എന്ന് ഇസ്തിലാഹിൽ പറയുന്നത്. അത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന മഹാന്മാർ അതിന് ഇസ്തിലാഹിൽ ത്വരീഖത്ത് എന്ന് പറയുന്നു. മനസ്സിലാവണ്ട അത്. അപ്പോൾ അത് ഖൽബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇഹ്സാൻ എന്ന് പറയുന്നത് അത് റൂഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം അത് പ്രേമവുമായി ബന്ധപ്പെട്ട കാര്യം, മഹബത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ദർശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, മുഷാഹദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് റൂഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് മഹാന്മാർ ഇസ്തിലാഹിൽ ഹഖീഖത്ത് എന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ എല്ലാം തെക്കുവ, ഇവിടെയൊക്കെ തെക്കുവയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് മാത്രമല്ല തെക്കുവയുള്ളത്. ശരീരത്തിന്റെ തെക്കുവ നമ്മൾ ചെയ്യുന്നുണ്ട്, കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, വിരോധിച്ചത് മാറി നിൽക്കും. അതായത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഹറാമും ഹലാലും ശുഭത്തായ കാര്യങ്ങൾ, അതായത് സംശയാസ്പദമായ കാര്യങ്ങളാവും അതിന് ഒഴിഞ്ഞു നിൽക്കും വേണം. ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് തെക്കുവ പൂർത്തിയാകുന്നില്ല. തെക്കുവ വേണമെങ്കിൽ അവന് കൽബുമായി ബന്ധപ്പെട്ട ഇന്നഹ എന്താണ് തഖ്വൽ ഖുലൂബ് ഔ കമാ ഖാല അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. അത് ഹൃദയത്തിന്റെ തെക്കുവയാണെന്ന് പറഞ്ഞില്ലേ. അത് ഒരു ഭാഗമാണ് പറഞ്ഞത്, ഹൃദയത്തിന്റെ തെക്കുവയാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു ആദരിച്ച കാര്യങ്ങൾ ആദരിച്ചവരെ ആദരിക്കുക എന്നുള്ളത് അത് ബൃഹത്തായ ഒരു കാര്യമാണ്. അതിന് ത്വരീഖത്തിന്റെ തെക്കുവ എന്ന് പറയും. ഖൽബിന്റെ തെക്കുവ ചുരുക്കം പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഖൽബിന്റെ തെക്കുവ, റൂഹിന്റെ തെക്കുവ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കേവലം ഒരു ശരീരം തന്നു വിട്ടതല്ല. ശരീരം ഈ നാസൂത്തിൽ, ഈ ലോകത്ത് നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് ശരീരം. ഈ ശരീരം നമ്മളെ ശാശ്വതമല്ല. ശരീരം കുറഞ്ഞ കാലത്തിനുള്ളതാണ് ശരീരം. അതിനേക്കാൾ കൂടുതൽ കാലം നമുക്ക് ജീവിക്കേണ്ടത് ഖൽബിന്റെ ലോകത്താണ്, ബർസഖിയായ ലോകത്താണ്. അതിനേക്കാൾ കൂടുതൽ കാലം നമ്മൾ പിന്നെ അത് അനന്തമായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യം റൂഹിന്റെ ലോകമാണ്. മനസ്സിലാണ്. ആ റൂഹിന്റെ ലോകത്തേക്ക് വരുമ്പോഴത്തിന് അത് ഖൽബിന്റെ ലോകവും റൂഹിന്റെ ലോകവും ഒന്നിച്ച് പിടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും മഹ്ശറിൽ വരുമ്പോൾ റൂഹിന്റെ ലോകത്തിന് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഈ ശരീരവും ഉണ്ടാവും, ഖൽബും ഉണ്ടാവും.
റൂഹിനാണ് അവിടെ കൂടുതൽ എന്ത് ചെയ്യുന്നത് ഗലബത്തുള്ളത്, മികവുള്ളത്. ഇവിടെ എപ്രകാരം നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശരീരവും കൽബും റൂഹും ഉണ്ടെങ്കിലും ഇവിടെ ഗലബത്തുള്ളത് നമ്മുടെ ശരീരത്തിനാണ്, ശരീരത്തിന്റെ കാര്യങ്ങളിലാണ് കൂടുതൽ. ശരീരം ഇതിനൊക്കെ മറയായി മാറുകയാണ്. ശരീരമാണ് ഇവിടെ കൂടുതൽ. ഈ ശരീരം കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ റൂഹിനാണ് മികവുണ്ടാവുക. ശരീരം ഉണ്ടെങ്കിലും, ശരീരമുണ്ട് പക്ഷെ റൂഹിന് മികവുണ്ടാകുന്ന കാരണത്താൽ അതിൻ്റെ സ്ഥലം, അതിൻ്റെ മേഖല, അതിൻ്റെ അനുഭവം, അതിൻ്റെ ആസ്വാദനം എല്ലാം എന്താവും? പ്രകാശപൂരിതമായിരിക്കും, വ്യത്യസ്തമായിരിക്കും. മനസ്സിലാവും? ഇവിടെയുള്ള നാശങ്ങളൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ തെക്കുവ എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇങ്ങനെയുള്ള ഇവിടെ തന്നെ നമുക്ക് ഖുർആൻ പറഞ്ഞല്ലോ, തെക്കുവ ചെയ്യുന്നതിനെ സംബന്ധിച്ച് തെക്കുവ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ആ തെക്കുവ ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ലഹുമുൽ ബുശ്റ, സന്തോഷമായ സന്തോഷം ഒക്കെയും അവർക്കാണ്. ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലും വഫിൽ ആഖിറ, ആഖിറത്തിന്റെ ജീവിതത്തിലും അവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ സന്തോഷമായ സന്തോഷം ഉണ്ട് എന്നാ പറയുന്നത്. ആഖിറത്തിൽ മാത്രമല്ല, ഇവിടെ സന്തോഷമൊന്നുമില്ലാതെ ആഖിറത്തിലെ സന്തോഷം മാത്രം. അപ്പൊ ഇവിടെ തെക്കുവ ചെയ്തുകൊണ്ട് അള്ളാഹു നൽകുന്ന സന്തോഷം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പേടിക്കണം, അപ്പൊ ആഖിറത്തിലും ഇല്ലാതാവുമെന്ന് ശ്രദ്ധിക്കണം. കാരണം അള്ളാഹ് പറഞ്ഞത് ഇവിടെയും അവിടെയും എന്നാണ്. നമുക്കിന്ന് ഇവിടെ ഉള്ള സുഖം, ആസ്വാദനം, ഇവിടെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കുറെ പണം ഉണ്ടാവുക, ആഡംബര ജീവിതം നയിക്കുക, ഇതാണ് സുഖം എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരാണ്. അത് കൂടുതൽ പണമുള്ളവരായാലും ആരോഗ്യമുള്ളവരായാലും ആരായാലും അവർക്കുള്ള വിഷമങ്ങൾ അവർക്കേ അറിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതേ സ്ഥാനത്ത് തെക്കുവയുള്ള ആൾക്ക് ഈ പറഞ്ഞതുപോലെ 3 മേഖലയിലും തെക്കുവയിലൂടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പണമില്ലെങ്കിലും ശരി, ആരോഗ്യമില്ലെങ്കിലും ശരി, അദ്ദേഹത്തിന് ഇവിടെ എല്ലാവിധമായ സുഖവും സന്തോഷവും ആസ്വാദനവും ആനന്ദവും അള്ളാഹു താല നൽകും എന്ന് എന്തുണ്ട് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹു സത്യമേ പറയും, അള്ളാഹു കളവ് പറയില്ല. മനസ്സിലാക്കണം? അപ്പൊ അള്ളാഹു ഹക്ക് മാത്രമേ പറയും. അപ്പൊ അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തും പരലോകത്തും തഖ്വ ചെയ്യുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ലഹുമുൽ ബുശ്റ എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലേക്ക് മാത്രമല്ല, ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ പ്രിയമുള്ളവരെ, തഖ്വ എന്ന് പറഞ്ഞത് വല്ലാത്ത വിഷയമാണ്. ആ തഖ്വയിൽ എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനും നമുക്ക് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് മേലെയുള്ള ഏത് തഖ്വയും പൂർത്തിയാവണമെങ്കിൽ ആദ്യം അതായത് ആദ്യം ചെയ്യേണ്ട തഖ്വ ഇദ്ദേഹം ആർജിച്ചെടുത്തവനായിരിക്കണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട തഖ്വയുണ്ട്, ശരീഅത്തിന്റെ തഖ്വ, വിധിവിലക്കുകൾ അനുസരിക്കുക. മനസ്സിലാവുന്നുണ്ട്? സംശയാസ്പദ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. ഈ തഖ്വ എത്ര കണ്ട് ഒരാൾ ജീവിതത്തിൽ അദ്ദേഹത്തിൽ പ്രായോഗിക തലത്തിൽ അദ്ദേഹത്തിനുണ്ടോ അതിനനുസരിച്ചിട്ടാണ് മേലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകുകയുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയാൻ കാരണം ചില ആളുകൾ, ചില തുരീഖത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്, ശരീഅത്തിന്റെ തഖ്വ ആ ആള് പിന്നെ തുരീഖത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീഅത്തിന്റെ തഖ്വ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ തുരീഖത്തിന്റെ തഖ്വയിൽ മുഴുകിയാൽ മതിയെന്ന്. അത് വലിയൊരു വിഡ്ഢിത്തരാണ്, അത് ഇസ്ലാമിന് അന്യമാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരു ഇതിൽ നിന്ന് ഒഴിവായ ഇനി ആ ത്വരീഖത്തുകാരനായോണ്ട് ശരി ത്വരീഖത്തിലെ തഖ്വ മാത്രം മതി, ശരീഅത്തിൻ്റെത് വേണ്ട. അടുത്ത വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശരീഅത്തിന്റെ വഴിയിൽ നിന്നും സെയ്റെ മനസ്സിലാവണ്ട നമ്മുടെ ഇലല്ലയിൽ നിന്നും സെയ്റ ലില്ലയിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ സെയ്റ ലില്ലയിൽ നിന്ന് സെയ്റ ബില്ലയിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തർ ഇസ്തിലാഹ് അനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ശരീഅത്ത് വേണ്ട, നമ്മൾ തുരീഖത്തുകാരായില്ലേ, അപ്പൊ ഇനി നിസ്കാരം വേണ്ട, ശരീഅത്തിലെ നിസ്കാരം വേണ്ട, ശരീഅത്തിലെ നോമ്പ് വേണ്ട. ശരീഅത്തിന്റെ നോമ്പിന്റെ സമയത്ത് നമുക്ക് നല്ല പൊറാട്ടയും ബീഫും എല്ലാം അടിച്ച് അസ്വലായിട്ട് തുരീഖത്തിന്റെ തഖ്വ ചെയ്യാം. എന്നിട്ട് ആകെ ശരീഅത്തിലെ തുരീഖത്തിലെ തഖ്വ എന്ന് പറയുന്നത് എന്താ, ദിക്റിലായിട്ട് അങ്ങനെ ഖൽബ് കൊണ്ട് ദിക്ർ ചെയ്താൽ മതി എന്നുള്ള നിലക്ക് നടക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം പറയുന്ന വഴി അങ്ങനെയല്ല. ശരീഅത്തിന്റെ വിഷയത്തിൽ എത്ര കണ്ട് നമുക്ക് പൂർണ്ണതയുണ്ടോ അത്ര കണ്ടാണ് ത്വരീഖത്തിലേക്ക് എനിക്ക് പ്രവേശനം ലഭിക്കുന്നത്. ആ പ്രവേശനം ലഭിക്കുന്നതോടുകൂടി, ആ പ്രവേശനം ലഭിക്കുമ്പോൾ ഈ ശരീഅത്തോട് കൂടിയാണ് പ്രവേശനം ലഭിക്കുന്നത്. അപ്പൊ ശരീഅത്തും ത്വരീഖത്തും കൂടി ബാലൻസ് ചെയ്ത് ഇദ്ദേഹം പോവുകയാണ്. പിന്നീട് ത്വരീഖത്തിൽ എത്ര ഉയരുന്നുവോ അത്ര കണ്ട് ശരീഅത്തിൽ വീണ്ടും പൂർണ്ണത അവന് വരികയാണ്. ഈ ശരീഅത്തിന്റെ അമലുകൾ തന്നെ ത്വരീഖത്തിൽ അവന് പൂർണ്ണത ലഭിക്കുന്നതിനനുസരിച്ചിട്ട് അവന് ഹഖീഖത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. ഹഖീഖത്തിലേക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ ശരീഅത്തും ത്വരീഖത്തും കൂടിയിട്ടാണ് ഹഖീഖത്തിലേക്ക് പ്രവേശിക്കുക.
ഈ ത്വരീഖത്തിലും ഹഖീഖത്തിലും വീണ്ടും അവൻ നിപുണനായി നൈപുണ്യം പ്രാപിച്ചു അതിൽ കൂടുതൽ പദവികൾ കരസ്ഥമാക്കുന്നതിനനുസരിച്ചിട്ട് അവന് ശരീഅത്ത് ഒന്നുകൂടി ഭദ്രമാവുക ചെയ്യുക. മാത്രമല്ല അവന് മനസ്സിലാവും, മുന്നേ ഞാൻ ചെയ്ത നിസ്കാരങ്ങളൊക്കെ ഇനി മടക്കേണ്ടി വരുമോ, എന്റെ നിസ്കാരങ്ങളൊന്നും അന്ന് വേണ്ട വിധത്തിലായില്ലല്ലോ, മുന്നേ ഞാൻ നോമ്പോറ്റൊന്നും വേണ്ട വിധത്തിലായില്ലല്ലോ, എനിക്ക് അത് തെറ്റുപറ്റിപ്പോയല്ലോ, അള്ളാഹുവെ പുറത്തുകാട്ട് എന്നുള്ള മുന്നേ ഉള്ള പ്രവർത്തനങ്ങളിൽ അവന് ഖേദിക്കുന്ന ഒരു അവസ്ഥ വരും. ഹവാ വീട്ടുന്നല്ല, അത് അതിന്റെ പെർഫെക്റ്റിലായില്ല എന്ന് കൂടുതൽ ഈമാനും ഇഹ്സാനും വർദ്ധിച്ചു വരുമ്പോഴാണ് അവന് മനസ്സിലാവുള്ളൂ. അപ്പൊ കൂടുതൽ അവന് തെക്കുവയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. അതായത് ശരീഅത്തിന്റെ കാര്യം കൂടുതൽ അവർ ഭദ്രമാണ് ചെയ്യുക. ശരിക്കും ത്വരീഖത്തിലും ഹഖീഖത്തിലും ഉയർന്നു കഴിഞ്ഞാൽ, ശരി ത്വരീഖത്തിലും ഹഖീഖത്തിലും ഉയർന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ആൾക്ക് തോന്നുകയാണ് ഈ ശരീഅത്തിലൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളൊരു തോന്നലാണ് ഇവരോട് മനസ്സിലാക്കി. എവിടെയോ അവനക്ക് വഴിപിഴവ് വന്നിട്ടുണ്ട്. ഏത് രംഗത്തും പിശാച് ഉണ്ടാവും, ശൈത്താൻ ഉണ്ടാവും. അതിൽ നിന്ന് എവിടെയോ അവനക്ക് വഴിപിഴവ് വന്നിട്ട് അവൻ ഉടനെ അവന്റെ ഷെയ്ഖ് കാമിലാണെങ്കിൽ ഷെയ്ഖ് മുറബിയ ഷെയ്ഖ് ആയിരിക്കണമെന്ന് ത്വരീഖത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല ശ്രദ്ധിച്ചു വേണം പ്രവേശിക്കാൻ. മുറബിയായ ഷെയ്ഖ് കാമിലും മുറബിയുമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ഇങ്ങനത്തെ ഷെയ്ഖായിരിക്കണം. ആ ഷെയ്ഖുമായി ഉടനെ പറയണം, എനിക്ക് ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പൊ ഷെയ്ഖ് എന്ത് ചെയ്യും, അത് തിരുത്തി കൊടുക്കും. ഇനി ചില സന്ദർഭത്തിൽ മുരീദ് ഷെയ്ഖിനോട് സഹവസിക്കുന്ന മുരീദാണെങ്കിൽ ആ ഷെയ്ഖിന്റെ സഹവാസത്തിൽ ഇരിക്കുമ്പോൾ അവൻ പറയേണ്ടതിന് ആവശ്യം വരില്ല. അവന് ആവശ്യമുള്ള കാര്യങ്ങൾ ഷെയ്ഖ് പറഞ്ഞ് തിരുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ സഹവാസം ഉണ്ടാവണം മാത്രം. അങ്ങനത്തെ മുരീദിന് സഹവാസം ഉണ്ടാവണം. സഹവാസം മുരീദിന് ഷെയ്ഖുമായിട്ട് ശാരീരികമായിട്ട് തന്നെ സഹവാസങ്ങൾ ഉള്ള മുരീദാണെങ്കിൽ അവന്റെ വരുന്ന പ്രയാസങ്ങൾ അവന് പോയിട്ട് തിരുത്തി കൊടുക്കുന്നു വേണം. എനിക്ക് എൻ്റെ ഷെയ്ഖായ ആരിഫ് സർക്കാരിൻ്റെ ഒക്കെ ഇതിലൊക്കെ എനിക്ക് വളരെ അനുഭവമുണ്ട്. ഇപ്പോഴത്തെ ഷെയ്ഖുന നൂർ ഷസാനി സർക്കാർ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഓരോ രംഗത്തുള്ള അഹ്വാലുകളായാലും ആ അഹ്വാലുകളെ അത് ശരിയാണെങ്കിൽ ആ ശരിയായ നിലക്ക് നമ്മൾക്ക് അതിന് സനത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് തിരുത്തുണ്ടെങ്കിൽ തിരുത്തി തരും, നമ്മൾ പറയേണ്ടി വരുമൊന്നുമില്ല. പക്ഷെ സഹവസിക്കണം. സഹവസിക്കാത്ത ആളുകളാണെങ്കിൽ, കൂടുതൽ സഹവസിക്കാത്ത ആളുകൾ, എപ്പോഴെങ്കിലുമൊക്കെ സഹവസിക്കാൻ അവസരം കിട്ടുന്ന ആളുകളാണെങ്കിൽ അവർ അഹ്വാല് ഷെയ്ഖിന് മുന്നിൽ വെക്കുന്നത് നല്ലതാണ്. വെക്കുമ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്യും, അത് തിരുത്തി തരും കൂടുതലായിട്ടും. മനസ്സിലാവുന്ന അപ്പൊ എന്താ പറഞ്ഞത്, ശരീഅത്തിൽ ഒരു അണ്ണു എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് കുറവ് വരാൻ പറ്റൂല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, ശരീഅത്ത് എന്നുള്ളത് വല്ലാത്ത വൃത്തിയുള്ള ഒരു ജീവിതമാണ് നമുക്ക് നൽകുന്നത്. വളരെ ശുദ്ധിയുള്ള ഒരു ജീവിതമാണ് നൽകുന്നത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരവും നോമ്പും ഇത് മാത്രമൊന്നുമല്ല ശരീഅത്ത് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ശരീഅത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബജീവിതവുമായിട്ടാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഇണകള്, നമ്മുടെ കൂട്ടുകുടുംബാദികള്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മളോട് ബന്ധപ്പെട്ടവർ, അയൽവാസികൾ, അന്യമതസ്ഥരായാലും ശരി, നമ്മളോട് ബന്ധപ്പെട്ടവർ എല്ലാവരോടുമുള്ള കടപ്പാടുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ശരീഅത്ത് പറയുന്നുണ്ട്. എപ്രകാരം ശിക്ഷാ നടപടികൾ വരെ ശരീഅത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിക ഭരണം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക വേറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കുടുംബജീവിതത്തിലുള്ള തെറ്റുതിരുത്തലുകൾ വേറെയാണ്. അത് ശിക്ഷാ നടപടി എന്ന് പറയുക, തെറ്റുതിരുത്തലുകൾ എന്നാണ് പറയുള്ളൂ. ഇതിനൊക്കെ ശരിയായ രീതി ശരീഅത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ശരീഅത്തിന്റെ ജീവിതം ചിട്ടയോടുകൂടി കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നാണ്. ശരീഅത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഖീദയാണ്. അഖീദ ശരിയാവുന്ന ഒരാൾക്ക് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് നിസ്കരിക്കാൻ കുറേ കുന്നുപോലെ നിസ്കരിക്കും അവൻ, കുന്നുപോലെ നോമ്പ് നോക്കും അവൻ. എന്നാൽ അവന്റെ സ്വന്തം ഭാര്യയുമായി പെരുമാറാൻ എന്ന രംഗത്ത് അവൻ പരാജിതനായിരിക്കും. അവന് കോപം വരുമ്പോൾ അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവന് കുട്ടികളോട് എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറേണ്ടത്, കുട്ടികളോട് ശിക്ഷാ നടപടികൾ എടുക്കുമ്പോൾ എല്ലാത്ത ടൈമിലും അതൊക്കെ പരിധി വിട്ടുകൊണ്ടൊക്കെ ചെയ്യുന്ന രംഗം വരും. അല്ലെങ്കിൽ പരിധി വിട്ടൊന്നെങ്കിലും ശിക്ഷ നടപ്പാക്കുന്ന രംഗം വരും. അതല്ലെങ്കിൽ പരിധി വിട്ടുകൊണ്ട് സ്നേഹിക്കുന്ന രംഗവും വരും. എല്ലാ രംഗത്തും ശരീഅത്ത് ശരിയാവണ്ണത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അഖീദ വളരെ അത്യാവശ്യമാണ്. അഖീദയുള്ള ആൾക്ക് എവിടെയൊക്കെ നിയന്ത്രിച്ചിട്ട് അള്ളാഹും അവന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റും. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു ശരിയായിട്ടുള്ള നിയമ സംഹിതയാണ് ശരീഅത്ത്. മനസ്സിലാവുന്ന ദീനാണത്. ദീനിന്റെ ഈ നിയമസംഹിതകൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് ശരീഅത്ത് എന്ന് പറയും. ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും കൊണ്ടുവരുമ്പോൾ. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരീഅത്തിന്റെ കാര്യങ്ങൾ. നമ്മുടെ ഉമ്മനോട് പെരുമാറുന്ന കാര്യത്തിൽ നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ, ഉപ്പയോട് പെരുമാറുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അവരിങ്ങോട്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല,
നമ്മൾ അവരോട് എന്ത് ചെയ്യണം എന്നുള്ളത് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമ കൈകൊള്ളുകയും ഈഗോ മാറ്റിക്കൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ അവിടെ വിശദീകരിക്കണില്ല. അത് കുറെ വിശദീകരിച്ചതിന് മുന്നേ ഖുർആനും സാക്ഷിയാണ്, ഹദീസും സാക്ഷിയാണ്. നമ്മൾ പഠിക്കണവർ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ തന്റെ ഭാര്യയുമായി പെരുമാറുന്ന കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറേണ്ടത്, എത്ര നല്ലൊരു സ്വഭാവത്തിൽ അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമര് മനസ്സിലാവുണ്ടാവും. ഖിയാറുക്കും എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഹൈറായവർ എന്താണ്? നിങ്ങൾ ഭാര്യമാരോട്, നിങ്ങളുടെ സ്ത്രീകളോട്, ഭാര്യ എന്നുമല്ല പറഞ്ഞത്, നിങ്ങളുടെ സ്ത്രീകളോട് നല്ല പെരുമാറുന്നവരാണ്. മനസ്സിലാണ്? നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ, നിങ്ങൾ സ്ത്രീകളിൽ എങ്ങനെ ഹൈറായവരാണോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഹൈറുണ്ടാവുള്ളൂ. നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരുന്നത്. അപ്പൊ അതിൽ ഉമ്മ പെട്ട്, പെങ്ങന്മാര് പെട്ട്, സഹോദരിമാരുണ്ടല്ലോ, സഹോദരിമാരുടെ പണങ്ങൾ പറ്റില്ല, ഭാര്യ പെട്ട്, ഇതൊക്കെ ഒരു സന്തുലനത്തോടെ കൊണ്ടുപോകണമെങ്കിൽ ഈ മനസ്സുണ്ടല്ലോ അത് ഒന്നിലിങ്ങനെ കേന്ദ്രീകരിക്കണം. ഈ മനസ്സ് ഒന്നിലിങ്ങനെ കേന്ദ്രീകരിച്ച് പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് തലപ്രാന്ത് കുടിക്കണത് ഉണ്ടാവില്ല. ആ ഒന്നിൽ കേന്ദ്രീകരിക്കുന്ന ആൾക്ക് ഫുയൂലാത്ത് വന്നുകൊണ്ടിരിക്കും. റുബൂബിയത്തിന്റെയും ഉലൂഹിയത്തിന്റെയും അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നുബൂവത്തിന്റെയും ഫൈൽ അവനിൽ വന്നുകൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ലദുന്യായിട്ട് അവൻ എന്താ ചെയ്യും, അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എല്ലാ രംഗത്തും അവൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ശരീഅത്ത് അവന്റെ ഉള്ളിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, അവന് ഇൽമു കൊടുത്തുകൊണ്ടിരിക്കും. ഇത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, ഇത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുവിൻ, യുഅല്ലിമുകുമുല്ലാഹ് അല്ലാഹ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നു പറഞ്ഞു. അതാ ഞാൻ ഈ പറഞ്ഞത്, പുതിയതൊന്നുമില്ല. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഈ അഖീദയാണ് പ്രധാനം. നമ്മള് അള്ളാഹു സുബ്ഹാനഹു തആലാനെ മഅബൂദായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനെ അവന്റെ ദിവസം വഴിപ്പെട്ട് ജീവിക്കുക. അല്ലെങ്കിൽ നമ്മൾ വഴിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ആരാധ്യനായത് കൊണ്ടാണ് നമ്മുടെ മഅബൂദ് ബിഹഖിൻ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഹക്കായ വണക്കത്തിന് തരപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ ഇല്ല. ഇതാണല്ലോ ശരീഅത്തിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അത് പൂർണ്ണമായിട്ടുള്ള ശരീഅത്തിൽ നമ്മൾക്ക് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം. അള്ളാഹു എന്തുകൊണ്ടാണ് മഅബൂദായത് അല്ലേ? അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലേ? ഉഅ്ബുദൂ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും. നിങ്ങളെ നിങ്ങളെ മുന്നേ ഉള്ളവരെയും സൃഷ്ടിച്ചവരായ അള്ളാഹു നിങ്ങൾ ഇബാദത്ത്. കാരണം നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും എല്ലാ സർവ്വ സൃഷ്ടിച്ചാരങ്ങളെയും നമ്മളെ ഇല്ലായ്മയിൽ സൃഷ്ടിച്ചത് അവനാണ്. അവരില്ലായ്മയിൽ സൃഷ്ടിച്ച് നമ്മളെന്താണ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ എന്ന് പറഞ്ഞത്. ഉഅ്ബുദൂ നിങ്ങൾ ഇബാദത്ത് റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളുടെ പരിപാലകനെ, നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനെങ്ങനത്തെവരാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കും. അപ്പൊ രണ്ട് കാര്യമാണ് അവിടെ. ഒന്ന്, നമ്മളെ സൃഷ്ടിച്ചത് മാത്രമല്ല, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നത്. അതോടെ ആരും സൃഷ്ടിച്ചിട്ടുമില്ല. ഇവിടെ ഒരു സൃഷ്ടിയും നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല, നമ്മളെ പരിപാലിക്കണമില്ല. നമ്മളെ പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് ഞാൻ വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. നമ്മൾ അതിന് മുന്നുള്ള പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ റബ്ബാണെന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുന്നത്. അപ്പൊ എല്ലാം നൽകുന്ന, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹ്ക്കാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ബോധം പടി ഇബാദത്ത് ചെയ്യും. രണ്ട് വിധത്തിൽ ഇബാദത്തുകളുണ്ട്. രണ്ട് വിധത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട് ഇവിടെ എൻ്റെ പ്രിയമുള്ളവരെ. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിവൃത്തിയില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലായി. പിന്നെ ആണെങ്കിലോ ഇനിയിപ്പോൾ അള്ളാഹു താലാൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയായാലും നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല ശിക്ഷിക്കും നമ്മളെ, അവൻ കോപിക്കും നമ്മളോട്. അപ്പോൾ അല്ലെങ്കിൽ ആ ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിൽ പാപങ്ങൾ കൂടുതലാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല അത് നരകത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിന് രക്ഷപ്പെടണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് എന്ത് ചെയ്യുക, ഖാലിഖാണ്, അള്ളാഹ് നമ്മുടെ സൃഷ്ടാവെന്ന് അവർക്കറിയാം. പക്ഷെ എന്താണ്, കുടുങ്ങി ഇബാദത്ത് ചെയ്യാണ്. കാരണം ഇനി അള്ളാഹ് ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പാപങ്ങൾ വർദ്ധിക്കും നമ്മളെ. കാരണം പരിധിയില്ലാതെ പാപങ്ങൾ വരാൻ തുടങ്ങും. രണ്ട്, നമ്മൾ നരകത്തിലേക്ക് പോകും. നന്മ തിന്മകൾ ഏട് തൂക്കുമ്പോൾ നമ്മൾക്ക് എന്താവും, തിന്മയാവും തൂങ്ങുക. അങ്ങനെ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെന്ത് ചെയ്യേണ്ടി വരും? ഇബാദത്ത് ചെയ്യണം, കൂടുതൽ ഇബാദത്ത് ചെയ്യണം. മാത്രമല്ല സൽക്രമങ്ങൾ എത്ര വർദ്ധിപ്പിച്ചു അത്രയാണ് നന്മയുടെ ഏടുകൾ കനം തൂങ്ങും. അപ്പൊ നമുക്ക് നേരെ സ്വർഗത്തിൽ കയറാൻ പറ്റും. നന്മയുടെ ഏടുകൾ കനം തൂങ്ങി എന്താ സുഖം, സ്വർഗത്തിൽ കയറാം.
അപ്പൊ ഇങ്ങനെ ഒരു അവർക്കൊരു ഭാരമായിരിക്കും. കാരണം ഇനി ഭാരമല്ലെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു പേടിയിലായിരിക്കും അവർ ഇബാദത്ത് ചെയ്യുന്നത്. ഇനി അഥവാ അവർ അല്ലാഹു തആല നമ്മളെ ശിക്ഷിച്ചാലോ. അപ്പോൾ സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അതെന്താവും, കൂടുതൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധ്യതകളുണ്ട്, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, സൽക്രമങ്ങൾ ചെയ്യുന്നതും മറ്റേ ഇബാദത്ത് ചെയ്യണതും ഇതുകൊണ്ട് മാത്രമൊന്നുമല്ല, പേടിച്ചിട്ടും ഇതൊന്നും അല്ല ആവില്ല ഇബാദത്ത് ചെയ്യുന്നത്. അവന് അങ്ങനെയല്ല, മറിച്ച് എന്താണ്, നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾക്ക് അവൻ്റെ ഒരു പ്രവാചകരെ നമ്മളിലേക്ക് അയച്ചു. ആ പ്രവാചകരെ അനുസരിക്കൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഞാൻ അനുസരിക്കുന്നതിൽ പെട്ടതാണ് ഈ ഇബാദത്ത് ചെയ്യലും പാപങ്ങളിൽ നിന്ന് മാറലും. അതുകൊണ്ട് നമ്മൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള നിലയിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുക, ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിം, എൻ്റെ കടമയാണ് അള്ളാഹിനെ അനുസരിക്കണം, എൻ്റെ റബ്ബ് അള്ളയാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവനിൽ തുറന്നു വരും. അള്ളാഹുവിനെ അനുസരിക്കണം ഇതൊരു അനുസരണം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അവന്റെ അറിവിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവൻ സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല അവൻ നോക്കുന്നത്, അവൻ സൃഷ്ടിച്ചു എന്നുള്ളതിൽ അപ്പുറമായിട്ട് അവന്റെ പരിപാലനത്തിലേക്ക് അവൻ്റെ ഒരു വീക്ഷണം വന്നിട്ടുണ്ട്. അങ്ങനെ പരിപാലനത്തിലേക്ക് വീക്ഷണം വരുമ്പോൾ അത് ഉയർന്നു കഴിയുമ്പോൾ ഇവൻ ഈ തലത്തിൽ നിന്നും ഒന്നുകൂടി ഉയരും. അതായത് ഇവൻ അള്ളാഹുവിനും റസൂലും ഒരാളെ നമ്മൾ അനുസരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തലത്തിലല്ല അനുസരിക്കണത്. ഇന്ന അവൻ സൃഷ്ടിച്ചല്ലോ, എനിക്ക് അവനെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അനുസരിക്കൽ എൻ്റെ അദബല്ലേ, എൻ്റെ കടമല്ലേ. അപ്പൊ എന്താണ്, ഒരു 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 സ്നേഹബന്ധം അവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അവനൊരു വീക്ഷണം അവന് മാറ്റണം, മറ്റവന്റെ വീക്ഷണത്തേക്കാൾ മാറ്റുണ്ട്. അവൻ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അവൻ ചിന്തിക്കുന്നത്, അവന്റെ സൃഷ്ടിപ്പിലേക്കും ചിന്തിക്കുന്നുണ്ട്. അവൻ എന്നിലേക്ക് വെറും ഒരു സൃഷ്ടിപ്പല്ലല്ലോ നടത്തിയിട്ടുള്ളത്. കണ്ണ് തന്നു, കാഴ്ച തന്നു, നാവ് തന്നു, സംസാരശേഷി തന്നു, ചെവി തന്നു, കേൾവിശേഷി തന്നു, ആമാശയം തന്നു, വയറ് തന്നു, അല്ലെ. അത് മാത്രമല്ല അന്നം തന്നു, ഭക്ഷണം തന്നു, വെള്ളം തന്നു, വിശപ്പ് തന്നു, ഭക്ഷണം തന്നു, വെള്ളം തന്നു, ദാഹം തന്നു, വെള്ളം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവനോടൊരു സ്നേഹബന്ധം ഉണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അനുസരിക്കുന്നവനായി. ഇനി ഇത് വർദ്ധിക്കും. ഇത് വർദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ സ്ഥാന മർത്തബയിലൊക്കെ. അതിനൊക്കെ അതിൻ്റെ അറിവുകൾ വേണം. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ഇത് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമായി മാറും. തൻ്റെ സൃഷ്ടാവായ അള്ളാഹും ഞാൻ തമ്മിലുള്ള കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും ഭാര്യയും സന്താനങ്ങളുള്ള കോണ്ടാക്ട് പോലെയല്ല. ആ കോണ്ടാക്ട് നിരന്തരം നിലനിൽക്കുന്നത്. അള്ളാഹു താല കാരണം അവൻ തരുന്നത് ഒരു നിമിഷത്തേക്ക് നിർത്തിയാൽ മരിച്ചു പോകും. ഒരു ശ്വാസം തരുന്ന നിന്ന കഴിഞ്ഞു, അല്ലെ. കാണാൻ പറ്റാത്ത എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ നമ്മൾ വരുന്നത്. കാഴ്ചയെ നമ്മൾ കാണുന്നില്ല, കാഴ്ച കൊണ്ട് നമ്മൾ കാണാറുണ്ട്. കേൾവിയെ നമ്മൾ കേൾക്കാറില്ല, കേൾവി എന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. കേൾവിയെ കാണാറുമില്ല. ഇതേമാതിരി ഇതാണ്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ കാണുന്നില്ലെങ്കിൽ എത്രയോ വലിയ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഈ ആസ്വാദനങ്ങൾ എങ്ങനെ ചെയ്യാം, ഈ വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹിനോട് വല്ലാത്ത ഹുബ്ബ് വന്ന് അവന് അതൊരു തിഹ്വതയാണ്. മനസ്സിലായോ? നമുക്ക് സൂക്ഷ്മതൊക്കെ വരും. സൂക്ഷ്മത വരെ എന്ന് പറഞ്ഞാൽ എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലല്ലോ, എൻ്റെ അള്ളാഹ് എന്തെല്ലാം എനിക്ക് ചെയ്തു തരുന്നുള്ള ആ ഒരു വീക്ഷണം. അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹം അവനുള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. പടച്ചോ ഇങ്ങനെ അവനക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കൊടുക്കും. അവനിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അവനിങ്ങനെ കാണാൻ തുടങ്ങും. അങ്ങനത്തെ അവസ്ഥയിലേക്കും വരും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ശരിക്കും ഒരു ശരിയായ ഈ വഴിയിലേക്ക് അധ്യാപനം ചെയ്യുന്ന, ഈ വഴിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുറബിയ ഷീഖുമായി ബൈഅത്ത് ചെയ്ത് മുന്നേറാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആണ്. അത് അവർ ആ വഴിയിലുള്ളവരാണ്ട് തൊട്ട് അതിൻ്റെ സ്പന്ദനങ്ങൾ കാണിച്ചു തരും. മനസ്സിലാവും? എവിടൊക്കെ സർക്കിൾ എവിടൊക്കെയാണ് മഹബത്തിന്റെ സർക്കിള്. മനസ്സിലാവുണ്ട? മഹബത്തിന്റെ സർക്കിൾ, ദ സർക്കിൾ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സർക്കിളുകൾ എവിടെയാണെന്ന് അവർ തൊട്ട് കാണിച്ചു തരും. അതിന്റെ ചക്രങ്ങൾ എവിടെയാണ് തൊട്ട് കാണിച്ചു തരും. അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത ഹുബിലായി മാറുവാൻ. മനസ്സിലാവണ്ട? മാത്രമല്ല ആ ഹുബ്, അവനെ അള്ളാഹിനോട് ഹുബ് കാണത്താൽ അവൻ നോക്കണ കാണുന്നതിലൊക്കെ ഉള്ള അള്ളാഹു താലാന്റെ ആ ചലിപ്പിക്കലുകളെയും അള്ളാഹു താലാന്റെ അനുഗ്രഹങ്ങളും കാണാൻ തുടങ്ങും. അവന്റെ നോട്ടം കിട്ടുന്നിടത്തൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളല്ലേ. ഇതൊക്കെ കാണുന്ന സൃഷ്ടികളെല്ലാം അള്ളാഹു താല ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ. ചിലതിന് ചില മാധ്യമങ്ങളുണ്ട്. ഇത് മതി ഉദാഹരണമായിട്ട് ഈ പേപ്പറുകൾ അല്ലെങ്കിൽ റബ്ബർ, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അള്ളാഹു താല അവന് ബുദ്ധി നൽകി, അവന് അറിവ് നൽകി, അല്ലെ. പക്ഷെ ഈ റബ്ബർ, ഈ പേപ്പറൊക്കെ, കടലാസ്, ഈ കടലാസുകളൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക, മരം, മുള, അതല്ലെങ്കിൽ റബ്ബർ മരങ്ങൾ, ഇതൊക്കെ ആരുണ്ടാക്കിയത്? ആ ഇല്ലായ്മയിൽ നിന്നും അള്ളാഹുണ്ട്.
അള്ളാഹു താല ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. ഇല്ലായ്മയിൽ നിന്നും അവൻ മുളയെ സൃഷ്ടിച്ചു, മുളമരത്തെ സൃഷ്ടിച്ചു. ഇല്ലായ്മയിൽ നിന്നും റബ്ബർ മരത്തെ സൃഷ്ടിച്ചു. അതിലാർക്കും ഒരു പങ്കുമില്ല. നിങ്ങൾ പലയിടത്തും റബ്ബർ മരങ്ങളും മുളകളും ഉണ്ടാവുന്ന ആൾക്കാർ വെള്ളമടിച്ചിട്ടൊന്നുമല്ല. അള്ളാഹു താല ഉണ്ടാക്കുന്നു. അവൻ മഴ വർഷിപ്പിക്കുന്നു. അവൻ പുല്ല് പുഷ്പാദികൾ അല്ലെങ്കിൽ ചെടികളെ മരങ്ങളെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ സൃഷ്ടിക്കുന്നു, അവൻ വളർത്തുന്നു, അല്ലെ? അതിൽ നിന്നും ജനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ ആരാ സൃഷ്ടിച്ചത്? ഈ ഉണ്ടാക്കുന്ന ഇല്ലായ്മയിൽ നിന്നും ഈ ഉണ്ടാക്കുന്ന മനുഷ്യരാരാ ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നത്? അള്ളാഹു. അവന് ജീവൻ നൽകിയവനാരാണ്? അള്ളാഹു. അവന് അറിവ് നൽകിയവനാരാണ്? അള്ളാഹു. വിശേഷ ബുദ്ധി നൽകിയവനാരാണ്? അള്ളാഹു. അവന് ഹിക്മത്ത് ഇട്ടുകൊടുത്തവനാരാണ്? അല്ലെ? സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണുകൊണ്ടാണ് അയാളെല്ലാം പിടിച്ചെന്നുള്ള വിശ്വാസം എനിക്കില്ല. സർ ഐസക് ന്യൂട്ടർക്ക് ആപ്പിള് വീഴാനുള്ള മണ്ട ഉണ്ടാക്കി കൊടുത്തതും ആ വലിയ തലച്ചോറ് കൊടുത്തതും ആ തല കൊടുത്തതും ആ ആപ്പിളിനെ അവിടെ കൊണ്ടുവന്നതും അത് വീഴ്ത്തിയവനും അള്ളയാണ് എന്നുള്ളിടത്താണ് എൻ്റെ അറിവ്. മാത്രമല്ല ആ മണ്ടയ്ക്ക് വീണത് വേറൊരാളെ തലേക്കാണ് ആപ്പിൾ വീണെങ്കിൽ തല മോയച്ചും കണ്ട് അയാൾ മണ്ടിയിട്ടുണ്ടോ? അത് അള്ളാഹു താല ഐസക് ന്യൂട്ടനിലൂടെ അവൻ പ്രപഞ്ചത്തിനുള്ള ഒരു പ്രകാശം നൽകണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ആ ആപ്പിള് വീഴ്ത്തിക്കൊണ്ട് അതിൽ കൂടെ വന്നു. അതിപ്പോ ജനങ്ങൾക്ക് രസാക്കാൻ വേണ്ടി അള്ളാഹു താല ആപ്പിള് വീഴ്ത്തിയത് മാത്രം. അള്ളാഹ് പല രസകരമായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾക്കതിൽ രസം കണ്ടെത്താൻ പറ്റില്ല. കാരണം അള്ളാഹ് പീഡിച്ചെടുക്കല്ലേ നമ്മൾ. അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റുണ്ടാവും, മറ്റെന്താണ് നരകത്തിലൂടെ മറ്റോട് ഇങ്ങനെ ആകുമ്പോൾ അത് അറിയില്ല. അതൊക്കെ ധിക്കാരികൾക്കും അള്ളാഹു താലാർക്ക് എതിര് പ്രവർത്തിച്ച് ധിക്കരിച്ചടക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്നതാണ്. നന്ദി കേട്ട ആളുകൾക്ക് അവർക്ക് പോലും മരണം വരെ അള്ളാഹു താല കഴിഞ്ഞ പരമാവധി അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു മരണം വരെ അള്ളാഹിനെ ധിക്കരിച്ച് നടന്നപ്പോൾ എന്താ അനുസരിച്ചവർക്കും ധിക്കരിച്ചവർക്കും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണണ്ടേ? അതിനവിടെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. മനസ്സിലാവുണ്ടാകും. അതാ അള്ള പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അള്ളാഹ്ക്ക് പറയാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അങ്ങനത്തെ അള്ള തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. നല്ല മേട്ടം വീടും വേണമെങ്കിൽ അതൊക്കെ വിശ്വസിച്ചോളി. ഇനിയിപ്പോ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മേട്ടം കിട്ടുന്ന സമയത്ത് മേട്ടം കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുക? എന്നാൽ അവന്റെ കാരുണ്യം സബക്കത്ത് റഹ്മത്തി അല ഖുദബി എന്ന് ഖുദ്സി ഹദീസിൽ വന്നതുപോലെ എന്റെ റഹ്മത്ത് എന്റെ കോപത്തകൾ മികച്ചിരിക്കുന്നു. അതിലേക്ക് ചിന്തിക്കണില്ല ആളുകൾ. നമ്മൾ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ മികവിലാണ് നമ്മളുള്ളത്. അവന്റെ റഹ്മത്തിന്റെ മികവിലാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്നുള്ള ആ വിഷയത്തിന് തന്നെ അവിടെ പ്രാധാന്യത. അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹു താല അനുഗ്രഹങ്ങളെ മികച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല രസങ്ങളും അള്ളാഹു താല. അള്ളാഹ്ക്ക് ഇപ്പോ ആപ്പിൾ ഇട്ടിട്ട് ആക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് എല്ലാവർക്കും രസമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കുറെ ഞാൻ ഈ പറഞ്ഞ തമാശ ആണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ശരി, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലത് അള്ളാഹു താല സൃഷ്ടിക്കുന്നത് ഈ മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം, കാര്യകാരണ ബന്ധങ്ങളിലൂടെ ആയിരിക്കാം. സൃഷ്ടികളിലൂടെ അള്ളാഹു താല വെളിപ്പെടുത്തുന്നു. ആ സൃഷ്ടികളിലൂടെ അത് മറയാക്കിക്കൊണ്ട് സൃഷ്ടാവല്ല തന്നെ, അല്ലെ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഇതിന്റെ വശങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന ഇന്ന് നമ്മളുടെ ഇസ്ലാമിന്റെ ശരിയായ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹു താലാവും സൃഷ്ടിയും തമ്മിലുള്ള സൃഷ്ടികളും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചുമുള്ള അവരുടെ സൃഷ്ടിപ്പിന്റെ ആ ഒരു അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്ന മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ അറിയണം. ആ കൂടുതൽ കാണുന്ന നമ്മൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും നേരത്തെ പറഞ്ഞ പോലെ ഈമാൻ വർദ്ധിക്കാനും ഇഹ്സാനിലേക്ക് എത്താനൊക്കെ പറ്റുള്ളൂ. അതിന് കാമിലും മുറമേ ഒരു ഷെയ്ഖുമായിട്ട് ബന്ധപ്പെടുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശൈഖ് സയ്യിദ് അഹമ്മദ് മൊഹീദ്ദീൻ നൂരിഷാ ജീലാനി റളിയല്ലാഹു അൻഹു അവരിലൂടെ അള്ളാഹു തആല നമ്മളിലേക്ക് എത്തിച്ച ചിശ്തി ഖാദിരി ദുരിയത്ത് അവരുടെ ഖുലഫ അവരുടെ ജാനശീന്മാർ ഇന്നുണ്ട്. അവരുടെ ജാനശീനായ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മൊഹീദ്ദീൻ ജീലാനി നൂരിഷാ സാനി സർക്കാർ തവ്വലല്ലാഹു റൂവർ ഫാദർ മഹാനവറുകൾ ഇന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അതേ പ്രഭയോട് കൂടിയിട്ട് അവസാന കാലാവധി പ്രഭ കൂടാ, കുറയല്ല. മുത്തുനബിയുടെ 100 അതാണ് ഈ പ്രഭ എന്ന് പറഞ്ഞത്. അത് കൂടെയാണ്. അവരിന്നുണ്ട്. അവരുമായി ബൈഅത്ത് ചെയ്യാം. അവരുടെ സഹവാസം തെർബിയത്തിലും ഹൈദരാബാദിലും വരാം. നാട്ടിലവർ വരുമ്പോൾ അവർ സഹവസിക്കാം. അങ്ങനത്തെ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മൾ അള്ളാഹാനാണ് വല്ലാത്ത ഇഷ്ടം തോന്നും. മാത്രമല്ല ഇബാദത്തുകളൊക്കെ ഒരു മാധുര്യത്തോടു കൂടി ചെയ്യാൻ തുടങ്ങും. ഭാരം ഇല്ലാതായി മാറും. ഇനി അവരോട് അടുത്ത് വരാൻ സാധിക്കണില്ലേ? ഷെയ്ഖുനാ തങ്ങൾ ഖുലഫാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഖുലഫാക്കളിൽക്കും ബൈഅത്ത് എടുക്കാം.
മനസ്സിലാവുണ്ടോ? ഈ ഫക്കീറുമായിട്ട് ബന്ധപ്പെട്ടാൽ എനിക്കും അതിനുള്ള ഇജാസത്ത് മശൈഖന്മാരിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളെ എനിക്ക് പറ്റുന്ന ഖിദ്മത്ത് നിങ്ങൾക്ക് ചെയ്യാൻ ഞാനും തയ്യാറാണ്. അങ്ങനെ ഇഷ്ടം പോലെ പ്രധാനപ്പെട്ട എന്നേക്കാൾ വലിയ വലിയ ഖുലഫാക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരത്തൊക്കെ പോവാം. ഏതായാലും ശരി, ഇതൊക്കെ ആർജിച്ചെടുക്കണം. ഇത് കൃത്യമായിട്ട് പ്രബോധനം സിൽസില നൂരിയ വാരിഫിയയിലുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു പ്രബോധനവും അതിന് കൃത്യമായിട്ടുള്ള വഴികളും അവർ തുറന്നു തരികയും ഹഖീഖത്തിലേക്കും മഅരിഫത്തിലേക്കും അവരെ എത്തിക്കുകയും ചെയ്യും. ബയ്യത്ത് തുരീഖത്തിൽ പോയി ബയ്യത്ത് ചെയ്യുന്ന സാധകന്മാര് അൽഹംദുലില്ലാഹ് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്കുവ പൂർത്തിയാകുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഭാവിക്കാത്ത ഭാഗത്തുകൂടെ അവൻ അള്ളാഹു അവന് വേണ്ടത് നൽകുമെന്ന് പറയുന്നത് അനുഭവിക്കാൻ സാധിക്കും. അനുഭവിച്ചിട്ടാണ് ഈ പറയണത്, വെറുതെ അല്ല. അനുഭവം കൊണ്ടാണ് ഈ പറയണത്. നമ്മളെ അനുഭവം പറയണത് അള്ളാഹുവിൽ നിന്ന് വാങ്ങി അള്ളാഹുവിൽ നിന്ന് കൊടുക്കുക. ഇത് പഠിക്കണോ? ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഈ യഥാർത്ഥ തെക്കുവ കരസ്ഥാക്ക് മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ കാര്യമില്ല. ആ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഈ തെക്കുവ കരസ്ഥാക്കാൻ ഈ 3 ശരീരവുമായി ബന്ധപ്പെട്ട തെക്കുവ നമ്മളിലുണ്ട്. അതിന്റെ പൂർണ്ണതയ്ക്ക് എന്ത് ചെയ്യണം? വീണ്ടും മറ്റുള്ള തെക്കുവകൾ വേണം. ത്വരീഖത്തുമായി ബന്ധപ്പെട്ട തെക്കുവ, അല്ല ഖൽബുമായി ബന്ധപ്പെട്ട തെക്കുവ, നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ട തെക്കുവ. ഈ തെക്കുവകളെല്ലാം മനസ്സിലാക്കുമ്പോൾ, അതായത് അല്ലാഹു തആലാന്റെ അഫ്ആലുമായി ബന്ധപ്പെട്ട അവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തെക്കുവ, അവന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട തെക്കുവ. അങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ബേജാറ് കുറയും. ഖൽബ് റൂഹ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ബേജാറാണ്. ഇത് പറയുമ്പോൾ കുഴപ്പമില്ല. ഇത് ശരിയാവണത് മനസ്സിലാക്കി പോരുമ്പോൾ നമുക്ക് ആ തെക്കുവ പൂർണ്ണമാക്കാൻ പറ്റും. അപ്പൊ ശരീഅത്തിൽ തെക്കുവ തന്നു, അല്ല ശരീഅത്ത് ഒഴിവാക്കലല്ല ഉണ്ടാവുക, ശരീഅത്തിൽ തെക്കുവ തന്നു. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ അള്ളാന്ന് പറയുമ്പോൾ വജ്ലത്ത് ഖുലൂബും, നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു മാറ്റം. അള്ളാഹ് എന്ന് പറയും വജ്ലത്ത് ഖുലൂബും, ഹൃദയത്തിന് പെടപെടപ്പുണ്ടാകുന്നവൻ എന്താ വജ്ലത്ത്? ഹൃദയത്തിൽ അള്ളാന്ന് കേൾക്കുമ്പോൾ ഒരു അള്ളാഹിനോടുള്ള ഹുബ്ബ് കാരണത്താൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അത് പുറത്തറിഞ്ഞോളൊന്നുമില്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ ഒരു മാധുര്യം, ഒരു രസം, നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ പ്രേമഭാജനമായ നമ്മുടെ സ്നേഹപാത്രമായ അള്ളാഹുവിൻ്റെ നാമം പറയുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥ വരും. മനസ്സിലായി? അത് ചില സന്ദർഭത്തിൽ അള്ളാഹ് എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രത്യേക ഖശിയത്ത് ഉണ്ടാവും. ഖശിയത്ത് എന്ന് പറഞ്ഞ ഒരു ഭയഭക്തി. എൻ്റെ അള്ളാഹ്ക്ക് ഞാനൊന്നും ചെയ്തില്ലല്ലോ, അള്ളാഹ്ക്ക് വേണ്ടത് നന്ദി ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഖശിയത്ത് അവനുണ്ടാവും. മാത്രമല്ല അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ അവന് വിട്ടു നിൽക്കണേ ഒരാൾ പറയണ്ട. അവന് വിട്ടു നിൽക്കാൻ വല്ല സന്തോഷവും, അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിട്ടു നിൽക്കും എന്നുള്ളൊരു അതിൻ്റെ അഭിമാനമായിരിക്കും അവനക്ക്. ആ വിട്ടു നിൽക്കണം, അല്ല ഒരു ഭാരമല്ല, അവനക്ക് അതിനോടുള്ള സ്നേഹമുണ്ട്. എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്കും ഇഷ്ടമില്ല. അല്ലാതെ വ്യഭിചാരത്തെ ആഗ്രഹിച്ചുകൊണ്ട് വ്യഭിചരിക്കാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോവും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വെറുപ്പായി മാറും. എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ മുത്തുനബിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളത് വരും. അൽഹംദുലില്ലാഹ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വല്ല നന്മയോ ആർക്കെങ്കിലും ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ്. അള്ളാഹ് നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. നമുക്ക് യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഔലിയാക്കൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തആലാനെ റബ്ബായി കണ്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ചോദിച്ചിട്ടും വാങ്ങിയിട്ടും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തിട്ടുമുള്ളൊരു പരിചയം അള്ളാഹ് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ എല്ലാം. എൻ്റെ കാര്യകർത്താവ് അള്ളാഹുവാണ്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ അള്ളാഹുവാണ്. എൻ്റെ ചെറുതുപോലുതുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ അള്ളാഹ് മാത്രമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അള്ളാഹ് മാത്രമാണ്. എൻ്റെ വിഷമങ്ങൾ ദൂരീകരിക്കുന്നവൻ അള്ളാഹ് മാത്രമാണ്. എൻ്റെ പ്രശ്നങ്ങൾ ഖൈറോടുകൂടി പരിഹരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹ് മാത്രമാണ്. എൻ്റെ പ്രതിസന്ധികൾ ലഘൂകരിച്ചു തരുന്നവൻ അള്ളാഹ് മാത്രമാണ്. എൻ്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നവൻ അള്ളാഹ് മാത്രമാണ്. ഇങ്ങനെ എനിക്ക് എൻ്റെ രോഗങ്ങൾ ശിഫയാക്കുന്ന അള്ളാഹ് മാത്രമാണ്. അതെന്നോട് ബന്ധപ്പെട്ടവരുടേതായ വിഷയം. ഇതാണ് റുബൂബിയത്ത്. ഇങ്ങനെ അള്ളാഹുവിനെ എപ്പോഴും അനുഭവിച്ചിട്ടും അറിഞ്ഞും അനുഭവിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെ ദർശിച്ചുകൊണ്ടും അവനിൽ വിലയം പ്രാപിച്ചും കാര്യങ്ങൾ അള്ളാഹിനോട് പറഞ്ഞും അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടും അള്ളാഹിനെ കൊണ്ട് സമാധാനിച്ചു അള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിതം ഉണ്ടല്ലോ, അത് നല്ല രസമുള്ള ജീവിതമാണ്. ഈ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഹുമുൽ ബുഷറ, എനിക്ക് അള്ളുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും ഒരു സമാധാനം ഉണ്ടല്ലോ. എനിക്ക് അള്ളുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. നമ്മളെ മശായിഖുമാരുടെ ദറജാത്തുകൾ അല്ലാഹു ഉയർത്തട്ടെ. ബിജായ് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.